എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 8-9 ദിവസം മുമ്പേ ഇവിടെ ഒരു പ്രസന്റേഷൻ തന്നതായിരുന്നു മീഡിയന് മുമ്പ്. ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റും 2004 മുതൽ 2014 വരെ കോൺഗ്രസിന്റെ അതേ തരത്തിന്റെ ഒരു ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് നമ്മുടെ ഭാരതത്തിന്റെ ഇക്കോണമിന്റെ കൂടെ. എന്നിട്ട് ഞാൻ ആ ഒരു പ്രസ് കോൺഫറൻസിൽ ഞാൻ കാണിച്ചു തന്നു 2014 മുതൽ 2024 വരെ നരേന്ദ്രമോദിജി എങ്ങനെയാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് കൊണ്ടുപോയത്. ഇന്നലെ സുപ്രീം കോർട്ട് ഒരു ജഡ്ജ്മെന്റ്, ഞാൻ ജഡ്ജ്മെന്റ് കോട്ട് ചെയ്യുന്നു ഇംഗ്ലീഷിൽ. If the state has essentially created financial hardship because of its own financial mismanagement, such hardship cannot be held to be an irreparable injury that would necessitate an interim relief against union. ഇത് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞു. ഞാൻ ഇത് 8-9 ദിവസം മുമ്പേ പറഞ്ഞപ്പോൾ ഒരു ദുഃഖമുള്ളൊരു ഞാൻ കമന്റ് പറയുന്നു, ആരും അത് കവർ ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റിക്വസ്റ്റ്, ഈ ഫാക്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ 8 കൊല്ലം ഇവിടുത്തെ ഇക്കോണമിനെ എങ്ങനെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ചെയ്തു, ഇവിടുത്തെ ഒരു 15 കൊല്ലമായ ഒരു MP അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഒരു കമന്റോ ഒരു പ്രൊട്ടസ്റ്റോ കോൺഗ്രസ് പാർട്ടി ഒന്ന് ഈ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എതിരെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇന്ന് ഇവിടെ കാണുന്ന വികസനം എല്ലാം നരേന്ദ്രമോദിജി ഗവൺമെന്റ് ചെയ്ത പണികളാണ്. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ചിലരെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞ മാതിരി 28 ദിവസം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ മൂലയിലും എല്ലാവരുടെയും കൂടെയും എത്രയോ ജനങ്ങളുടെ കൂടെ, എല്ലാവരും കൂടെ അല്ല, 14 ലക്ഷം ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. എത്രയോ ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം അറിഞ്ഞു. വീട്, കുടിവെള്ളം, ഹെൽത്ത് ഇൻഷുറൻസ്, മരുന്ന്, ഇതെല്ലാം ബേസിക് ജീവിതത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലെ ഇഷ്യൂസ്. ഇതിനെപ്പറ്റി ഈ കോൺഗ്രസും ലെഫ്റ്റും ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു ഡിസ്കഷനോ ഒരു കമന്റോ ഒരു ഡിസ്കോസോ തയ്യാറല്ല ഇതിനെപ്പറ്റി. ബട്ട് SDPI, CAA, മണിപ്പൂർ, ബീഫ്, ഇതാണ് ഇവരുടെ പ്രയോറിറ്റി. ഇവരുടെ രാഷ്ട്രീയം ഈ ബേസിസിൽ അവർ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഇന്ന് ഒരു 4 സ്ലൈഡ് കൊണ്ട് നരേന്ദ്രമോദി ചെയ്ത തിരുവനന്തപുരത്തിന് വേണ്ടി, കേരളയ്ക്ക് വേണ്ടി വീട്, കുടിവെള്ളം, മരുന്ന്, ഇൻഷുറൻസിനെ പറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇതങ്ങനെ ഒരു എക്സൈറ്റിംഗ് ടോപ്പിക് അല്ലെങ്കിലും ജനങ്ങൾക്ക് ഇത് വലിയൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഇതൊന്ന് കാണിക്കണം, ഇതൊന്ന് കൺവേ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാലോ, ഈ മത്സരം തുടങ്ങിയ സമയത്ത് ഞാനൊരു പുരോഗതിയും വികസനത്തിന്റെ ഒരു നെറേറ്റീവും തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരു മാറ്റം വേണമെന്ന് അത് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ ഇൻകംബന്റ് MPയും പണ്ടുള്ള MPയും നമ്മുടെ നരേന്ദ്രമോദി ചെയ്ത എല്ലാ പ്രോജക്റ്റിന്റെ ക്രെഡിറ്റ് എടുക്കാനും, ഞാനില്ലെങ്കിൽ ഈ ഹൈവേ ബൈപ്പാസ് വരില്ല, ഞാൻ ഉണ്ടെങ്കിൽ ഇത് വരില്ല, അങ്ങനെയാണ് അവരുടെ ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു സംവിധാനം. ഞാൻ ഇന്ന് കാണിക്കുന്നത് ശരിക്കും ഇവിടെ എന്തെല്ലാം നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദിന്റെ സർക്കാരല്ല, നരേന്ദ്രമോദിജിന്റെ MP അല്ല, ജനങ്ങളുടെ ബേസിക് നീഡ്സ് അദ്ദേഹത്തിന്റെ സർക്കാർ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ, വീട്. ഞാൻ കഴിഞ്ഞ ആഴ്ച എത്രയോ കോളനീസിൽ പോയിട്ട് 10-15 കൊല്ലമായിട്ട് ഇൻകംപ്ലീറ്റ് വീട് സംസ്ഥാന സർക്കാരിന്റെ സ്കീമിൽ നിന്ന്
1.5 ലക്ഷത്തിന്റെ വീടുണ്ടാക്കുന്ന ഒരു പദ്ധതിയിൽ നിന്ന് 60,000 70,000 കാശ് കിട്ടി പണി ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയ വീടുകളെ എത്രയോ കണ്ടത്. വീടില് റൂഫില്ല, വാളില്ല, ഇൻകംപ്ലീറ്റ് ആണ്, വള്ളമില്ല, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല. 10 കൊല്ലം 15 കൊല്ലമായിട്ട് ഇത് നടക്കുന്ന ഒരു ഇഷ്യൂ. അതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ല. ഇവിടുത്തെ MP പറയാനില്ല, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് പറയാനില്ല. പറഞ്ഞ മാതിരി SDPI മറ്റെല്ലാ ഇറലവന്റ് ഇഷ്യൂസിനെ പറ്റി ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അവർ കമന്റ് ചെയ്യുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ തിരുവനന്തപുരത്തിൽ 23,409 വീട് നരേന്ദ്രമോദിജി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ടോട്ടൽ അലൊക്കേഷൻ സ്പെൻഡ് ചെയ്തത് 2,700 കോടി കേരളയ്ക്കും 230 കോടി തിരുവനന്തപുരത്തിനും. ജൽജീവൻ മിഷൻ കുടിവെള്ളം തിരുവനന്തപുരത്ത് 4.29 ലക്ഷം 4,29,000 പുതിയ വീടില് കുടിവെള്ളം നരേന്ദ്രമോദിജിയുടെ ജൽജീവൻ മിഷൻ കൊടുത്തിട്ടുണ്ട്. PM ആയുഷ്മാൻ കാർഡ് 9 ലക്ഷം ജനങ്ങൾ, 14 ലക്ഷം ഒരു പോപ്പുലേഷൻ ഉള്ള തിരുവനന്തപുരത്തിൽ 9 lakhs ആണ് PM ആയുഷ്മാൻ. ഫുട്ഫോൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് വെൽനസ് സെന്റർ 1.3 കോടി. ജൻ ഔഷധി കേന്ദ്ര 78 പുതിയ ജൻ ഔഷധി കേന്ദ്ര. അങ്ങനെ വേറെ ദിവ്യാംഗ് ജൻസിന് വേണ്ടിയിട്ടും എത്രയോ പണി ചെയ്ത. ഇതാണ് ഒരു സമ്മറി സ്ലൈഡ്. നെക്സ്റ്റ്. ഈ സ്ലൈഡ് ഇതുവരെ ചെയ്തതും എന്താ ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് മനസ്സിലാക്കണേ. ഇന്നിപ്പോ പ്രൈം മിനിസ്റ്ററിന്റെ PM ആവാസ് യോജനയുടെ പ്രോഗ്രാം ഇവിടെ എത്രയോ ജാസ്തി ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. വീട് വേണം, വീട് പൊളിഞ്ഞു കിടക്കുന്നു. ബട്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് മാച്ചിങ് ഫണ്ട്സ് ഇല്ലാത്ത കാരണം അത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് പറയുന്നു എല്ലാവരും മുമ്പ്, ഞാനിത് പ്രൊപ്പോസ് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ, 3ാമത്തെ ടേം നരേന്ദ്രമോദിജി വരുമ്പോൾ, ഇത് ഡയറക്റ്റ് ഫണ്ടിങ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, ഡയറക്റ്റ് ബെനിഫിഷ്യറീസ്ക്ക് ഡയറക്റ്റ് 100% ഫണ്ടിങ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കണം. ആ PM ആവാസ് യോജനയിൽ ഒരു പുതിയ സ്കീം ഉണ്ടാക്കിയിട്ട് സംസ്ഥാന സർക്കാരിന് കാശ് ഇല്ലെങ്കിലും വീടുണ്ടാക്കാൻ ഒരു സംവിധാനം, ഒരു പദ്ധതി ഉണ്ടാക്കണം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഞാൻ സജഷൻ കൊടുക്കാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൗസിംഗ് ഫോർ ഓൾ ഇൻ തിരുവനന്തപുരം. ഇത് ഈ പാഴക്കാൻ നമുക്ക് സമയമില്ല. ഡിലേ ഇങ്ങനെ 10, 15, 20 കൊല്ലമായിട്ട് ജനങ്ങൾക്ക് വീടില്ല, വെള്ളമില്ല. അത് എല്ലാവർക്കും ഓക്കെയാണ്, MP-ക്ക് ഓക്കെയാണ്, സംസ്ഥാന സർക്കാരിന് ഓക്കെയാണ്. അത് ഞങ്ങൾക്ക് ഓക്കെ അല്ല. അത് ഞങ്ങൾ മാറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. ഹർ ഘർ ജൽ. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോഴും 2,69,000 വീടുകളിൽ കുടിവെള്ളമില്ല, ടാപ്പ് വാട്ടർ ഇല്ല. അതെന്താ? ഞാൻ 4-5 ദിവസം മുമ്പേ പ്രസ് കോൺഫറൻസ് പറഞ്ഞല്ലോ. കാശ് റെഡിയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അലക്കേറ്റ് ചെയ്ത കാശ് തയ്യാറാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൽ കാശില്ല. എന്താ ഇല്ലാത്തത്? സുപ്രീം കോടതി പറഞ്ഞില്ലേ, മിസ്മാനേജ്മെന്റ്. അതുകൊണ്ട് ഇതും ഞങ്ങള് ഡയറക്റ്റ് ആയിട്ട് പഞ്ചായത്തിന് ഫണ്ട് ചെയ്യാൻ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിന് മിസ്മാനേജ്മെന്റ് അല്ല, ജനങ്ങളുടെ അവകാശം ഇൻഫ്രിഞ്ച് ചെയ്യേണ്ട ഒരു സാധനം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ കാശുണ്ടെങ്കിലും, നമുക്ക് താല്പര്യമുണ്ടെങ്കിലും, കഴിവുണ്ടെങ്കിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു വഴി ഉണ്ടാക്കണം. അതുകൊണ്ട് ക്ലീൻ ടാപ്പ് വാട്ടർ ഫോർ റിമൈനിങ് 2.6 lakh വീടുകൾ ഇൻ തിരുവനന്തപുരം. ഈ PM ആയുഷ്മാൻ എന്ന് പറയുമ്പോൾ ഈ ചില കോൺഗ്രസ്സുകാരെല്ലാം പറയും, ഓ ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നല്ലോ അത്. അപ്പൊ അവരുടെ കാലത്ത് എന്തുണ്ടായിരുന്നു, ഇന്ന് എന്താണ് PM ആയുഷ്മാൻ ശരിക്കും എന്താണ് എന്ന് നോക്കി ഇതിന്റെ കമ്പാരിസൺ.
5 ലക്ഷത്തിന്റെ കവറേജാണ്. ഈ ഞാനിപ്പോ ഇവിടെ ചുറ്റി ഇറങ്ങിയാൽ ജനങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ PM ആയുഷ്മാന്റെ കാരണം അവരുടെ വീടില് ഒരു സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി, ഹെൽത്തിനെ പറ്റി. ഇതാണ് കമ്പാരിസൺ. ഞാൻ സർക്കുലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ മാതിരി തിരുവനന്തപുരത്ത് 9 ലക്ഷം ബെനിഫിഷ്യറീസ് ആണ്. 59 ഹോസ്പിറ്റൽസ്, 6 ലക്ഷം ഇതിന്റെ ബെനിഫിറ്റ് എടുത്ത ജനങ്ങള്, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്സ് 20 ലക്ഷം. ജനൌഷധി കേന്ദ്ര ഇപ്പോ 78 സ്റ്റോർ ഉണ്ട്. ഇതിൽ ഡിസ്കൗണ്ട് 60 to 80% വില കുറഞ്ഞ മരുന്നുകളാണ് ഇവിടെ കിട്ടുന്നത്. അത് ഞങ്ങൾ അടുത്ത 5 കൊല്ലത്തിൽ 350 ജൻ ഔഷധി കേന്ദ്ര തിരുവനന്തപുരത്ത് ചെയ്യും. നെക്സ്റ്റ് ലാസ്റ്റ് ലൈൻ. അപ്പോൾ ഇതൊരു സമ്മറി. ഞാൻ എല്ലാവരോടും ഒരു ഹാൻഡ്സ് ഫോൾഡഡ് ഇത് എല്ലാവർക്കും ഭയങ്കര ഇതാണല്ലോ ഈ ഹമാസും SDPIയും മണിപ്പൂരിന്റെ കവറേജ് അല്ല. ഇതൊരു വികസനം. ഈ നമ്മൾ ശരിക്ക് ചെയ്യുന്ന ഒരു പണി, ഇതിനെപ്പറ്റിയും കവറേജ് കൊടുക്കണം. ഇത് ജനങ്ങളെ അറിയിപ്പിക്കണം. നരേന്ദ്രമോദിജിയാണ് ഒരു 5, 6, 7, 8 കൊല്ലമായിട്ട് തിരുവനന്തപുരം കേരളയ്ക്ക് വേണ്ടി വികസനം പുരോഗതിക്ക് എത്രയോ പണിയെടുത്തത്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞ മാതിരി ഇക്കണോമിക് മിസ്മാനേജ്മെന്റും നമ്മുടെ ഇവിടുത്തെ MP അദ്ദേഹം സ്വയം അഡ്മിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കാർഡിൽ എല്ലാം സെൻട്രൽ ഗവൺമെന്റ് സ്കീമും. അതുകൊണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ ഇതെല്ലാം വിട്ട് ഒരു BJPന്റെ MP ആയ ഒരു മിനിസ്റ്റർ ആയാൽ നമുക്ക് ഇതുമാതിരി തന്നെ എത്രയോ പണി ചെയ്യാൻ ഇവിടെ ഒരു കഴിവുണ്ടാവും, ഒരു പോസിബിലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു.